السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. ശരീഅത്തിന്റെ എല്ലാ വിധിവിലക്കുകളുടെയും ആകത്തുക എന്താണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ, നന്മകൾ ചെയ്യലും തിന്മകളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തെറ്റുകൾ, തിന്മകൾ, പാപങ്ങൾ ഇത് മനുഷ്യ ജീവിതത്തിന് ഭൗതികമായും ആത്മീയമായും ഒക്കെ തകർച്ചയുണ്ടാക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അറിവില്ലായ്മയുടെ പ്രശ്നം എവിടെയുമില്ല. പക്ഷേ പലപ്പോഴും നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പല തിന്മകൾക്കും നമ്മൾ ആദിയായി പോയിട്ടുണ്ട്. നമ്മൾ അതിനോട് നമ്മുടെ ജീവിതം പൊരുത്തപ്പെട്ടു വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തിന്മകളിൽ നിന്നും മോചിതമാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനെന്താണ് അതിനുള്ളൊരു പരിഹാരം? പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകളൊക്കെ നമ്മുടെ മുമ്പിൽ 7 സ്റ്റെപ്പുകൾ നമ്മുടെ മുമ്പിൽ അവർ വരച്ചു കാണിക്കുന്നുണ്ട്. 7 എന്നാണ് അതിന് പറയുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നിഷനാണ്, തിരിച്ചറിയലാണ്. ഞാൻ ഇന്ന പാപത്തിന് ഞാൻ അതിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും തന്നെ അതിന്റെ ചികിത്സ തേടാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് വേദന വരുന്നുണ്ട്, പക്ഷെ ആ വേദന ഇന്ന രോഗമാണ് എന്ന് തിരിച്ചറിയുന്ന മൊമെന്റിലാണ് ആ ആൾക്ക് അതിന്റെ വൈദ്യനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലയുടെ ചികിത്സ അയാൾക്ക് തേടാൻ വേണ്ടി സാധിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. പലപ്പോഴും നമുക്ക് തെറ്റുകളെ കുറിച്ചുള്ള ഗൗരവം ഇല്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ അകപ്പെട്ടിട്ടുള്ള അഡിക്ഷൻസിൽ നിന്നും നമുക്ക് മോചിതമാകാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മുടെ തെറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ എന്തെല്ലാം തിന്മകൾ അഡിക്റ്റഡായ ആളുകളുണ്ട്, അവരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന പൊതുവായ വാക്കുകൾ, ഉദാഹരണം ഒരാൾ മദ്യപാനത്തിന് അഡിക്റ്റഡ് ആണെങ്കിൽ അയാളുടെ സംസാരിക്കുമ്പോൾ അയാൾ യൂഷ്വലി പറയുന്ന വാചകങ്ങൾ, ഞാൻ ഇങ്ങനെ ആയത് എന്റെ ഭാര്യ കാരണമാണ്, എന്റെ മക്കൾ കാരണമാണ്, എന്റെ കുടുംബം കാരണമാണ്, ഞാൻ മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ല, എന്റെ വീട്ടിലെ പശ്ചാത്തലം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയത്, ആ പ്രശ്നങ്ങളിൽ നിന്നും മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്, എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തന്റെ തകർച്ചയെയും തന്റെ ഈ വീക്ക്നെസ്സിനെയും അത് മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കുകയാണ്. ഈ റെസ്പോൺസിബിലിറ്റി, എനിക്ക് ഈ ദുസ്വഭാവം ഉണ്ടെങ്കിൽ, ഞാൻ ഒരാളെ തെറിവിളിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരാളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കുറവാണ്, എന്റെ ബലഹീനതയാണ് എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങുന്ന നിമിഷമാണ് എനിക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുക. എന്റെ പഠനത്തിൽ എനിക്ക് വൈകല്യമുണ്ട്, അതിന്റെ കാരണം എന്റെ ഉസ്താദുമാരാണ്, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ കുറവാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ് എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന സ്റ്റേജിൽ എന്റെ വീഴ്ചക്കുള്ള കാരണക്കാരൻ ഞാനാണ്, എന്റെ ശ്രദ്ധ കുറവാണ്, അല്ലെങ്കിൽ ഞാൻ വേണ്ട രീതിയിലുള്ള ജാഗ്രത പുലർത്താത്തതാണ് എന്ന ചിന്ത നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തും. അത് റിഗ്രറ്റ് ആണ്. തന്റെ വീഴ്ചയാണെന്ന് മനസ്സിലാക്കുമ്പോൾ, തന്റെ കാരണത്താലാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാവും, നദാമത്തുണ്ടാകും. അപ്പൊ പിന്നെ തൗബയിലേക്കുള്ള വാതിൽ എളുപ്പമാണ്. ഞാൻ കാരണം എന്റെ ആയുസ്സിലെ നല്ല ഭാഗം നഷ്ടപ്പെട്ടല്ലോ, ഞാൻ കാരണം ബന്ധങ്ങളിൽ വിള്ളലുണ്ടായല്ലോ, ഞാൻ കാരണം സാമ്പത്തിക നഷ്ടമുണ്ടായല്ലോ, ഞാൻ കാരണം ആരോഗ്യത്തിന് ക്ഷയം സംഭവിച്ചല്ലോ എന്നെല്ലാം മനുഷ്യൻ ചിന്തിക്കുവാനും മുന്നോട്ടേക്ക് ആലോചിക്കുവാനും സാധിക്കും. നാലാമത്തെ 6 എന്ന് പറയുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, തന്റെ ഈ പെരുമാറ്റം, ഈ ദുസ്വഭാവം കാരണം എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ നഷ്ടങ്ങൾ നികത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഏത് അഡിക്ഷൻ എടുത്താലും, ഏത് ദുസ്വഭാവങ്ങൾ എടുത്താലും അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഒന്ന്, ബന്ധങ്ങളിലുള്ള വിള്ളൽ. ഒരു ദുസ്വഭാവിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സോഷ്യൽ സർക്കിളിലുള്ള ആളുകൾ വളരെ കുറവായിരിക്കും, അയാളുടെ സ്നേഹിതന്മാർ കുറവായിരിക്കും. ഇനി അഡിക്ഷനുള്ള ആളുകളാണെങ്കിൽ അവരുടെ ബന്ധങ്ങളിൽ പല വിള്ളലുകളും വന്നിട്ടുണ്ടാകും. പഠനകാലഘട്ടമാണെങ്കിൽ അധ്യാപകന്മാരുമായി ആ കുട്ടി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി അകന്നു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നിട്ടുണ്ടാകും. നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഞാനും ആ പഠനം തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, ആ ബന്ധത്തിൽ വിള്ളൽ വന്നിട്ടുണ്ടാകും. അപ്പൊ റിഗ്രറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സഞ്ചരിക്കുന്ന 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ വന്നുപോയ തകർച്ചകൾ, വിള്ളലുകൾക്ക്
നമ്മൾ പരിഹാരം കാണേണ്ടതുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസതയെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ നമ്മൾ തിരിച്ചെടുക്കേണ്ടതുണ്ട്. അതാണ് നാലാമത്തെ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ റിക്കവറി പ്ലാനിംഗ് ആണ്. ഈ കെടുതിയിൽ നിന്നും ഈ അഡിക്ഷൻ ആകുന്ന ഈ ട്രാപ്പിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കടക്കാൻ വേണ്ടി നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യണം. ഇത് സ്വാഭാവികമായി നമ്മൾ കേട്ടു നിയത്ത് ചെയ്ത് എന്നതിന്റെ പേരിൽ മാത്രം നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമ്മൾ ആ തെറ്റ് ചെയ്യുന്നതിൽ കൂടി നമ്മുടെ ബ്രെയിനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡോപ്പമൈനും ആ സന്തോഷത്തിന്റെ ഹോർമോണൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ആ തെറ്റ് ചെയ്യാതിരിക്കുന്ന ആ മൊമെന്റ് വരുമ്പോൾ തന്നെ ബ്രെയിൻ അലേർട്ട് ആകാൻ വേണ്ടി തുടങ്ങും. ഇത്ര സമയമായിട്ടുണ്ട്, നീ സ്ഥിരമായി ഈ സമയത്ത് ഈ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ആ തെറ്റിൽ നിന്നും ഇന്ന പ്ലഷർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ബ്രെയിൻ പറയും. പക്ഷെ ഇപ്പൊ എനിക്കത് കിട്ടുന്നില്ല, അതൊരു ബ്രെയിൻ ഡിസ്റ്റർബ്ഡ് ആകാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നമ്മൾ ഒരു പോസിറ്റീവായ ഒരു റിക്കവറി പ്ലാനിങ് നമ്മൾ തയ്യാറാക്കണം. എപ്പോഴും നമ്മൾ ഇവിടെ പെട്ടുപോകുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. വളരെ സിമ്പിളായ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് മ്യൂസിക്കിൽ അഡിക്ഷൻ ഉണ്ട്. ഒരാൾ സ്ഥിരമായി ഹറാമായ പാട്ടുകൾ കേൾക്കുന്ന, മ്യൂസിക്കുകൾ കേൾക്കുന്ന ആളാണ്. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മുഹറമായ കാര്യം തന്നെയാണ് എന്നതിൽ സംശയമില്ല. ഒരാൾ തീരുമാനിക്കുന്നു, ഞാനിത് ഇന്നു മുതൽ പാട്ട് കേൾക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ സ്ഥിരമായി പാട്ട് കേൾക്കുന്ന സമയത്തി കഴിഞ്ഞാൽ അയാൾ ഡിസ്റ്റർബ്ഡ് ആകാൻ വേണ്ടി തുടങ്ങും, ഇറിറ്റേറ്റഡ് ആകാൻ വേണ്ടി തുടങ്ങും. ശരീരത്തിൽ അതിന്റെ മാറ്റങ്ങൾ കാണിക്കും. എത്രത്തോളം അസുഖങ്ങൾ വരെ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഉദര സംബന്ധമായ അസുഖം ഉണ്ടാവും, തലവേദന ഉണ്ടാകും, ഉറക്കക്കുറവുണ്ടാവും. അപ്പൊ ഇവിടെ നെഗറ്റീവായ ബിഹേവിയറിന് മാറ്റം മാത്രമല്ല, ആ സ്ഥാനത്ത് നമ്മൾ പോസിറ്റീവായ ഏറ്റവും നല്ല പെരുമാറ്റങ്ങൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാള് അശ്ലീലം കാണുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിരന്തര സമയങ്ങൾ ചെലവഴിക്കുന്ന ആളാണെങ്കിൽ ആ അശ്ലീലം നിർത്തൽ മാത്രമല്ല അയാൾ ചെയ്യേണ്ടത്, ആ സമയത്ത് ഏത് സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് അയാൾ ഹലാലായ അനുവദനീയമായ ഹെൽത്തിയായ ഹാബിറ്റുകൾ അയാൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഉദാഹരണം ഒരാൾ ഒരു ദിവസം 1 മണിക്കൂർ മ്യൂസിക് കേൾക്കുന്ന ആളാണെങ്കിൽ അയാൾ തൗബ ചെയ്തിട്ട് ഇനി ഞാൻ മ്യൂസിക് കേൾക്കില്ല എന്ന് മാത്രമല്ല തീരുമാനം എടുക്കേണ്ടത്. ഇനി മുതൽ ആ 1 മണിക്കൂർ ഞാൻ ഹലാലായ കാര്യം കേൾക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ എഡ്യൂക്കേറ്റീവായ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായ പോഡ്കാസ്റ്റുകൾ ഞാൻ കാണും, ഇന്ന വിഷയത്തിൽ ഞാൻ പ്രബന്ധങ്ങൾ പഠിക്കും, ഇന്ന പുസ്തകം ഞാൻ വായിക്കും. അപ്പൊ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അവിടെ റിവേഴ്സ് സൈക്കോളജി വർക്ക് ചെയ്തിട്ട് നമ്മൾ പോളാർ ബിയർ തിയറി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇപ്പം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ വൈദ്യൻ രോഗിയോട് പറയാണ്, നിങ്ങൾ ഈ മരുന്ന് കുടിക്കുമ്പോൾ ഇന്ന് ജന്തുവിനെ കുരങ്ങിനെ ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞു. ആ രോഗി വീട്ടിലെത്തിയിട്ട് മരുന്ന് കുടിക്കാൻ ബോട്ടിൽ എടുക്കുമ്പോഴൊക്കെ ആൾക്ക് ഓർമ്മ വരുന്നത് കുരങ്ങിനെയാണ്. ഇത് പോളാർ ബിയർ തിയറിയാണ്. നമ്മൾ എന്തിനാണോ മറക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ ഉണ്ടാകുക. അപ്പൊ റിക്കവറി പ്ലാനിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പോസിറ്റീവായ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അവിടെ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് എനർജി, നമ്മുടെ തോട്ട് എനർജി, നമ്മുടെ ആക്ഷൻ എനർജി, നമ്മുടെ സ്പിരിച്വൽ എനർജി, ഇതൊക്കെ ഈ ഹലാലായ കാര്യത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആറാമത്തെ R എന്ന് പറയുന്നത് റിലാപ്സ് പ്രിവെൻഷൻ ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പെട്ടിരിക്കുന്ന കെണിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ സഞ്ചാരം സുഗമമാകുന്നതിന്റെ ഇടയിൽ വഴുതി വീണു പോകാനുള്ള സാധ്യത ഉണ്ട്, മാനസികമാണ്. കാരണം ഈ പറഞ്ഞ ബ്രെയിൻ എന്ന് പറയുന്ന ആള് നമ്മൾ നിരന്തരം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ റിലാപ്സ് പ്രിവെൻഷൻ, നമ്മൾ പ്രതിരോധത്തിന്റെ ഘടകങ്ങൾ നമ്മൾ കെട്ടണം. അപ്പൊ എന്താ അവിടെ ചെയ്യേണ്ടത്? ഈ തെറ്റിലേക്ക് പോകാനുണ്ടായ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, വ്യക്തികൾ എന്തൊക്കെയാണോ ഇതിനൊക്കെ നമ്മുടെ ലൈഫ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എത്ര ചെറിയ തെറ്റാകട്ടെ, എത്ര വലിയ തെറ്റാകട്ടെ, ആ സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങൾ, ചില സിറ്റുവേഷൻസ് ആണ് ചില ആളുകളെ പാപങ്ങളിലേക്ക് എത്തിക്കുക. ചിലപ്പോൾ ഐസൊലേഷൻ, ഒറ്റക്കാകുന്ന സന്ദർഭം, ചില വ്യക്തികൾ, ചില സുഹൃത്തുക്കളെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചില തെറ്റുകൾ ചെയ്യാറുള്ളതെങ്കിൽ ആ വ്യക്തി തീർച്ചയായും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ചില ആളുകൾ പാപങ്ങൾ ചെയ്യാനുള്ള കാരണം ഇമോഷണലി അവർ വീക്കാകുന്ന സന്ദർഭമാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നമുക്കറിയാം സ്മോക്കിംഗ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായി കാണുന്ന ഒരു അഡിക്ഷൻ മെത്തേഡ്, ഒരു അഡിക്ഷൻ പ്രോസസ്സാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ ഒരു രീതി നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും, അവർ സ്മോക്ക് ചെയ്യുന്ന ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ്. എന്തെങ്കിലും ടെൻഷനായി, ഭയങ്കര വീട്ടിൽ പ്രശ്നമായി, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ചെറുത് വരുമ്പോൾ തന്നെ അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അഡിക്ഷൻ ആകുന്ന സ്മോക്കിങ്ങിലേക്ക് പോകുന്നത്. അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം? അവരെ ആ തെറ്റിലേക്ക് എത്തിക്കുന്നു. ഇപ്പൊ നമ്മൾ സി എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ ആ സി ഒരിക്കലും ആ പോയിന്റിൽ സംഭവിക്കില്ല. അതിനു മുമ്പ് എ സംഭവിക്കും, ബി സംഭവിക്കും, പിന്നെയാണ് സിയിലേക്ക് എത്തുക. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരു തെറ്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ ഓൾവേസ് ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേണിന്റെ ഒന്നാമത്തെ കണ്ണിയിലാണ് ഞാൻ പിടിക്കേണ്ടത്. ഞാൻ ഐസൊലേറ്റഡ്
ഐസൊലേറ്റഡ് ആകുമ്പോഴാണ് പാപം ചെയ്യുന്നതെങ്കിൽ പാപത്തിനെതിരെ മാത്രം യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഐസൊലേറ്റഡ് ആകാതിരിക്കാൻ, തനിച്ചാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ ഞാൻ എടുക്കേണ്ടതുണ്ട്. ഒറ്റക്കാകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചില വ്യക്തികളുടെ കൂട്ടത്തിലാകുമ്പോഴാണെങ്കിൽ ആ വ്യക്തി ഒഴിവാക്കേണ്ടതുണ്ട്. ഇമോഷണലി വീക്ക് ആകുമ്പോഴാണ് ഞാൻ പാപത്തിലേക്ക് പോകുന്നതെങ്കിൽ ഇമോഷൻ വീക്ക് ആകുമ്പോൾ അതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന പഠനവും കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇതാണ് ആറാമത്തെ റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീകണക്ഷനാണ്. നമ്മൾ ഈ അഡിക്ഷൻ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ തെറ്റുകളിൽ നിന്ന് മോചിതമായി ആ ഒരു ജീവിതം നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, പിന്നെ റിക്കവറി എന്ന് പറഞ്ഞാൽ അതൊരു ഡെസ്റ്റിനേഷൻ അല്ല. നമ്മൾ ഇവിടുന്ന് പോയി ഒരു സ്ഥലത്ത് എത്തലല്ല സത്യത്തിൽ റിക്കവറി എന്ന് പറഞ്ഞത്. റിക്കവറി എന്ന് പറഞ്ഞാൽ അതൊരു ജേണിയാണ്. ഓരോ ദിവസവും, ഓരോ പ്രഭാതങ്ങളും, ഓരോ സന്ധ്യയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തിയായ, ഹലാലായ, അള്ളാഹു ഇഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിതം കഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും 2027 വരെ അല്ലെങ്കിൽ 2030 വരെ എന്നൊരു ഡെസ്റ്റിനേഷൻ നമുക്കില്ല. നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കലാണ്. ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ റീകണക്ട് ആവും. ഒന്നാമത് റീകണക്ട് ആകുന്നത് നമുക്ക് ഈ നേച്ചറിനോട് റീകണക്ട് ആവാൻ വേണ്ടി പറ്റും. അള്ളാഹുവിന്റെ ആ ചിന്തയിൽ നമുക്ക് റീകണക്ട് ആവാൻ വേണ്ടി പറ്റും. നമുക്ക് അള്ളാഹു നൽകിയ എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, നമ്മുടെ ഇൽമ്, നമ്മുടെ അമല്, നമ്മുടെ അധ്യാപകന്മാർ, നമ്മുടെ ഇൽമിയായ സോഴ്സസുകൾ, നമ്മുടെ ആത്മീയമായ സോഴ്സസുകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾ, ഇതുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും ഉപകാരം ഉണ്ടാകാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നഹ്വുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം നഹ്വുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ നഹ്വിനെ ആത്മീയതയുമായി സംയോജിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുശൈരി റഹിമഹുല്ലാഹിന്റെ നഹ്വുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതിലൊരു ഭാഗം ഈ ഇത് പറയുമ്പോൾ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഫിഅലുകൾ രണ്ട് തരമാണ്. അൽ ഫിഅലുൽ അർബാനി, രണ്ട് വിഭാഗമാണ് ഫീലുകൾ. ഒന്ന് ലാസിമുൻ മുതഅദ്ദിൻ. ഒന്ന് ലാസിമാണ്, മുതഅദ്ദിയാണ്. ലാസിം നിങ്ങൾക്കറിയാം മഫ്ഊലിലേക്ക് വിട്ട് കടക്കാത്തതാണ് ലാസിം. അതുപോലെ മുതഅദ്ദി എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഇതുപോലെ മനുഷ്യന്മാരും രണ്ട് തരത്തിലാണ്. ലാസിമും ഉണ്ട്, മുതഅദ്ദിയുണ്ട്. ലാസിം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആ മനുഷ്യന്റെ മൻഫഅത്ത് അയാളിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. ആ മനുഷ്യന്റെ മൻഫഅത്ത് അയാളിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ അയാളെ മൻഫഅത്ത് മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കും. കൊണ്ട് ഖുശൈരി റഹിമഹുല്ലാഹ് കൂട്ടിച്ചേർക്കുന്നു, ആ മുതഅദ്ദിയായ ഫീൽ തന്നെ രണ്ട് തരത്തിലുണ്ട്. നമുക്കറിയാം, ഒരു മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നത്, രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഒക്കെ രീതിയിലുണ്ട്. ഈ രീതിയിൽ ഒരു മനുഷ്യനിൽ നിന്നും ഒതുങ്ങാതെ രണ്ടാമനിലേക്കും മൂന്നാമനിലേക്കും ഒക്കെ നീണ്ടു പോയി ഈ മനുഷ്യന്റെ ജീവിതം നമ്മൾ ഈ പറഞ്ഞ പോലെ ധന്യപൂർണ്ണമാവുക എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മൾ തിരിച്ചറിയണം. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ നല്ലൊരു പ്ലാനിങ് നമ്മൾ തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിനുവേണ്ടി എന്തെല്ലാം പദ്ധതികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗൈബിയായ നുസ്രത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.